വറഹ്മത്തുള്ള. യെസ്, അപ്പോൾ നമ്മൾ മോഡൽ എക്സാം ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പബ്ലിക് എക്സാം ആണ് ഇവിടെ മുന്നിൽ വന്നത്, കണ്ണ് തുറത്തിങ്ങനെ ഇരിക്കുന്നത് അല്ലേ. യെസ്, അപ്പോൾ ഓപ്പൺ ആയിട്ട് ഫുൾ കണ്ണായിട്ട് നമ്മൾ പബ്ലിക് എക്സാം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുകയായിരിക്കും. എന്താണ് പഠിക്കുക, എങ്ങനെയാണ് പഠിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടൻസ് ആണ് വരിക, ഇതൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മാം ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ എക്സാമിന് പഠിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ്, ഒരു കണ്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാം ഇതിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. ഇതേ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ പറയുന്നത് തർജുമത്തുൽ ഹയാത്ത്. ഇറ്റ് മീൻസ് എന്താണ് തർജുമത്തുൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയാനാത്തു ഷഖ്സിയ, അതായത് ബയോഡാറ്റ അല്ലേ. അത് തർജുമത്തുൽ ഹയാത്ത് എന്ന് വരും, ബയാനാത്തു ഷഖ്സിയ വരും, സീറത്തു ദാത്തിയ, ഇസ്തിമാറ, ഇതൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബയോ ഡാറ്റ തന്നിട്ട് അതിന് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും, ഫില്ല് ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ നിങ്ങളോട് തർജുമത്തുൽ ഹയാത്തിലേക്ക്, ജീവചരിത്ര കുറിപ്പിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇൻഷാ ഉൽ അസ്ഇല, ക്വസ്റ്റ്യൻസ് മേക്കിംഗ് അല്ലേ, മൻ മാദ മത്ത കൈഫ, ഇതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയും. പിന്നെ മൂന്നാമത്തേത് എന്താണ്? ഇസ്തിബിയാനിൽ മുഖാബലത്ത്. ഇസ്തിബിയാനിൽ മുഖാബലത്ത് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നമുക്ക് ഒരുപാട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരുപാട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അടുത്തത് അജിബ് അനിൽ അസ്ഇല, ഒരു ഫിക്ര തന്നിട്ട് നിങ്ങളോട് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നിട്ട് ആ ഫിക്രയിൽ നിന്നും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്തെഴുതുകയാണ് വേണ്ടത്. അടുത്തത് എന്താണ്? മുൽസഖാത്ത്. മുൽസഖാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസ്റ്റർ ആണ് അല്ലേ. പോസ്റ്ററിന് നമ്മൾ അറബിയിൽ പറയുന്ന പേരാണ് മുൽസഖാത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് ബർനാമിജ് വ തഖരീർ. ബർനാമിജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ലിസ്റ്റ് ആണ്. കലിമത്തു തർഹീബ്, കലിമത്തുൽ ശുക്ർ, കലിമത്തു തഹാനി, ഇതാണ് ബർനാമിജ് അല്ലേ. അതേപോലെ തന്നെ നമ്മളോട് ആ ബർനാമിജ് തന്നിട്ട് അതിനെ നമ്മളോട് തഖരീറാക്കി മാറ്റാൻ പറയും. അതായത് ഒരു പാരഗ്രാഫിലേക്ക് ബർനാമിജിനെ തഖരീറാക്കി മാറ്റാനും പറയും. അതിൻ്റെ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിട്ട് പോകണം. ഇനി അടുത്തത് എന്താണ്? അൽ ഹിവാർ മസ്റ്റ് ആണ്. ഒരു ഹിവാർ ഉറപ്പായിട്ടും നാളെ എക്സാമിന് ഉണ്ടാവും. അപ്പോൾ അത് പഠിക്കണം. ഹിവാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺവെർസേഷൻ ആണ് അല്ലേ. അടുത്തത് എന്താണ്? റത്തിബൽ അഹ്ദാസ് വൽ ജുംല, ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് ഇപ്പം നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തന്നിട്ട് പറയും ഇത് ഫുൾ ഡിസോർഡർ ആക്കിയിട്ട് തരും. എന്നിട്ട് നമ്മളോട് അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ആക്കി കൊടുക്കണം. ഇനി അടുത്തത് എന്താണ്? അസ്സത്തൂറു വന്തസാരിഹ്, നമുക്ക് വരി തരും, ഒരു ലൈൻ തന്നിട്ട് നമ്മളോട് പറയും അതിൻ്റെ ഒരു വരിയല്ല, ഒരു ആശയം തരും. ആ ആശയം ഏത് വരിയുടെ ആശയമാണ് തന്നിട്ടുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ തന്നിട്ടുള്ള വരിയിലെ ആ ആശയം ആദ്യം വായിക്കുക. എന്നിട്ട് അതിലെ വേർഡ് ഏത് വരിയിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈനെ പിക്ക് ചെയ്തെടുത്ത് എഴുതാം. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അൽ മുത്തറാദിഫാത്ത് വൽ അൽദാദ്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ എക്സാമിൻ്റെ പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് നമുക്കൊരു പാരഗ്രാഫ് ആണ് കാണുക. ആ പാരഗ്രാഫിൽ നിന്ന് നമ്മളോട് എന്താണ് ചോദിക്കുക? ലിദ് ചോദിക്കും, മുത്തറാദിഫാത്ത് ചോദിക്കും, ജംഅ ചോദിക്കും, മാലി ചോദിക്കും, മുലാരി ചോദിക്കും, ദെൻ മീനിങ് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നാളത്തെ എക്സാമിന്, അതായത് പബ്ലിക് എക്സാമിന് നമ്മൾ പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ് വന്നിട്ട് എന്താണ്? യെസ് ഇവിടെ അതേ കൊടുത്തിട്ടുള്ളത് മാലി വൽ മുലാരിയും അല്ലേ. മാലിയും മുലാരിയും തന്നിട്ടുള്ള പാരഗ്രാഫിൽ മാലിയും മുലാരിയും ഉണ്ടാവും. അതിൽ നിന്ന് ഒരു പക്ഷേ മാലി എഴുതാനായിരിക്കും, അതല്ലെങ്കിൽ മുലാരി എഴുതാനായിരിക്കും. അപ്പം അത് രണ്ടിൻ്റെയും ഡിഫറൻറ്റ് നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. പിന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഹാലാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഹാല്. യെസ്, അത് ഹാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തൻവീൻ ഫത്ഹ പ്ലസ് അലിഫിനെ ഇങ്ങനെ ഓടിച്ചാടി മനസ്സിലേക്ക് എന്ത് ചെയ്യണം? ഓടി ഇങ്ങോട്ടും വരണം അല്ലേ, ഹാൽ എന്ന് പറയുമ്പോൾ. അപ്പം അത് എക്സാമിന് എന്തായാലും ചോദിക്കും. ഇസ്തിഖ്ദാമു തറാക്കീബ് അല്ലേ. ആ തറക്കീബ്, അതായത് നമ്മൾ പിന്നെ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേൾ എന്നുള്ള രീതിയിൽ ഒരു സെൻറ്റൻസ് നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് പറയും അത് രണ്ട് പേര് കൊടുത്തിട്ട് ഫാത്തിമ, ഖദീജ, ആ രീതിയിലേക്ക് മാറ്റാൻ പറയും. അതല്ലെങ്കിൽ ഒരു ജന്നിൻ്റെ പേര് കൊടുത്തിട്ട് മുഹമ്മദ് എന്ന് കൊടുത്തിട്ട് ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസിനെ നമ്മൾ ഫാത്തിമയിലേക്ക് മാറ്റാൻ പറയും. അത് നിങ്ങൾക്ക് 1, 2, 3 ആളുകളെ വെച്ചിട്ട് ചേഞ്ച് ആക്കാൻ പറയും. അതാണ് എന്ത്? ഇസ്തിഖ്ദാമു തറാക്കീബ് എന്ന് പറഞ്ഞാൽ. പിന്നെ കാന വഹ്വാത്ത് നമുക്കറിയാം ഏതാണ്? കാന വഹ്വാത്ത് പഠിക്കണം അല്ലേ. പിന്നെ നവാസിബുൽ മുലാരി, ആൻലനിദൻ കൈ, അത് പഠിക്കണം. പിന്നെ മുദക്കിറ നമുക്കറിയാം
ഓഫ് കോഴ്സ് ഒരു മുദക്കിറ പഠിക്കാൻ നമുക്ക് ഒരുപാട് കണ്ടന്റുകളും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൽറാറുൽ മുഹജ്ജറാത്ത് അല്ലേ, പിന്നെ എന്താണ് വരുന്നത് മദ്രസത്തി, പിന്നെ എന്താണ് വരുന്നത്, പിന്നെ നമ്മുടെ കേരള അല്ലേ, സഖാഫത്തു കേരള അത് വരും, പിന്നെ ലുഗത്തുൽ അറബിയ, ഇതൊക്കെ വന്നിട്ട് മുദക്കിറയും വരും, അതേപോലെ ഹുത്തുബയും സ്പീച്ചും വരും. അപ്പോൾ ആ മുദക്കിറക്ക് നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് എഴുതാം. എന്നാൽ സ്പീച്ച് നമ്മൾ എഴുതുമ്പം അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പീച്ച് എഴുതി കൊടുക്കണം. അടുത്തത് എന്താണ്, യെസ് മുഫക്കിറ, ഡയറി എഴുതാൻ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. പക്ഷേ ഡയറിക്ക് നമ്മൾ ഒരു 80% ചാൻസേ ഡയറിക്ക് നമ്മൾ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 60% ചാൻസേ ഡയറിക്ക് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അടുത്തത് ആ നെഷറത്താണ്. നെഷറത്ത് ഡെഫിനറ്റ്ലി വരും. നെഷറത്ത് എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഉറപ്പായിട്ടും എക്സാമിന് വരും. അടുത്തത് സിൽ ബിൽ മുനാസിബ് എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ്. ഇത് ഉറപ്പായിട്ടും എക്സാമിന് വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കവികളും അവരുടെ കൃതികളും ഏതൊക്കെയാണെന്ന് കറക്റ്റ് പഠിക്കുക. കവികളും അവരുടെ ജനന സ്ഥലവും എവിടെയാണെന്ന് കറക്റ്റ് പഠിക്കുക. പിന്നെ നമ്മളെ പാഠഭാഗത്തുള്ള എന്താ പറയുക, പിന്നെ ഓരോ കഥാപാത്രങ്ങൾ, അവരുടെ ഡയലോഗുകൾ, ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാച്ച് ദ ഫോളോയിങ്, സിൽ ബിൽ മുനാസിബ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് എന്താണ് തർജിം ഇലാ ലുഗത്തിക, ട്രാൻസ്ലേഷൻ അല്ലേ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് അതായത് നമ്മുടെ എന്താ പറയുക, നമ്മളെ മാതൃഭാഷയിലേക്ക് അതിനെ എന്ത് ചെയ്യണം, ചേഞ്ച് ആക്കി കൊടുക്കണം. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ മാതൃഭാഷയിലേക്ക് ചേഞ്ച് ആക്കി കൊടുക്കുക. അതായത് നമ്മൾ മലയാളത്തിൽ, ചില കുട്ടികളൊക്കെ അത് അറബി മലയാളത്തിലേക്ക് മാറ്റി എഴുതുന്നത് കാണുന്നുണ്ട്, അങ്ങനെ എഴുതരുത്. ഓക്കെ, ദെൻ അതിൻ്റെ ലാസ്റ്റ് ഉള്ളത് എന്താണ്, ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ. ക്വസ്റ്റ്യൻ തരും, അതിൻ്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് തരും. അതായത് പാരഗ്രാഫ് ഒന്നും തരാതെ ഡയറക്റ്റ്ലി നമ്മളോട് പാഠഭാഗത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൻ്റെ ആൻസർ നമ്മൾ എഴുതണം. അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് എക്സാമിന് വരിക. ഇതിൽ പറയാത്ത ഒരു കണ്ടന്റും എക്സാമിന് വരില്ല. സോ ഇതിൽ മാം പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടന്റ്സും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ച് ഓക്കെ ആക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോവാന്. അപ്പോൾ നാളത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പബ്ലിക് എക്സാമിനെ നല്ല രീതിക്ക് ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെ പഠിച്ച് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പൊ എൻ്റെ കുഞ്ഞുമക്കളെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് ബെസ്റ്റ് വിഷസ്. യെസ്, അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ. അപ്പൊ ശരി, ബൈ.